കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് ഇൻ, ഓൺ, അറ്റ് എന്നീ പ്രപ്പോസിഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ ആണ് ടു. അപ്പോൾ ടു എന്ന പ്രപ്പോസിഷനെ കുറിച്ച് നമ്മൾ അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടു എന്ന പ്രപ്പോസിഷൻ ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ആസ് എ പ്രപ്പോസിഷൻ ടു എന്ന വാക്ക് നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് എ ഡിറക്ഷൻ, അതായത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു കൊച്ചി നെക്സ്റ്റ് വീക്ക്, വി ആർ ഗോയിങ് ടു കൊച്ചി നെക്സ്റ്റ് വീക്ക്. ഇവിടെ വി എന്ന സബ്ജക്റ്റ്, അതായത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? ടു കൊച്ചി. സോ ടു ഈസ് യൂസ്ഡ് ഹിയർ ടു ഷോ ഡിറക്ഷൻ, അതായത് ഒരു ഡിറക്ഷൻ കാണിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു യൂസ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഡസ് ഹി വോണ്ട് ടു കം ടു ദ പാർക്ക് വിത്ത് അസ്? ഡസ് ഹി വോണ്ട് ടു കം ടു ദ പാർക്ക്, കം ടു ദ പാർക്ക്. സോ ഇവിടെ എങ്ങോട്ടാണ് വരേണ്ടത്? പാർക്കിലേക്കാണ്. അപ്പോൾ ആ സ്ഥലം എങ്ങോട്ടാണ്, അതായത് എങ്ങോട്ടാണ് വരേണ്ടത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ഗോ, കം, വെൻറ്റ്, കെയിം എന്നീ വാക്കുകളുടെ കൂടെയാണ് നമ്മൾ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത യൂസേജ് നോക്കാം. ടു എന്ന പ്രപ്പോസിഷൻ്റെ രണ്ടാമത്തെ യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു റിസീവറിനെ കാണിക്കാനായിട്ട്, അതായത് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ അയച്ചു, കൊടുത്തു, കൈമാറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലീഷിൽ ആ റിസീവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ആർക്കാണോ കൊടുത്തത് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് കൂടുതലായിട്ടും ടു എന്ന പ്രപ്പോസിഷൻ കുറച്ച് വേർബ്സിൻ്റെ കൂടെ നമ്മൾ റിസീവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗിവ്, ഹാൻഡ്, സെൻഡ്, റൈറ്റ് എന്നീ വാക്കുകളുടെ കൂടെ നമ്മൾ ടു യൂസ് ചെയ്തിട്ട് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ എഴുതുന്നത് അല്ലെങ്കിൽ ആർക്കാണോ കൈമാറുന്നത് അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഗേവ് ദ കീസ് ടു ഹർ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ അവൾക്ക് ആ താക്കോൽ കൊടുത്തു. ഇവിടെ ഐ ഗേവ് ദ കീസ് ഹർ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുമോ? ഇല്ല. ആർക്കാണ് താക്കോൽ കൊടുത്തത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടു എന്ന പ്രപ്പോസിഷൻ അവിടെ ആവശ്യമാണ്. സോ ഗേവ് ദ കീസ് ടു ഹർ അല്ലെങ്കിൽ ഐ ഗേവ് ഇറ്റ് ടു ഹർ. ഗേവ് എന്ന വേർബിന് ശേഷം ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്ത് നമ്മൾ റിസീവറിനെ, അതായത് ആർക്കാണോ താക്കോൽ കൊടുത്തത് അത് ആരാണെന്ന് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഓൾവേസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു എ ലോക്കൽ ന്യൂസ് പേപ്പർ. ഇവിടെ ഷീ ഈസ് ഓൾവേസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ലോക്കൽ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. ഇത് ആർക്കാണ് ഈ കത്ത് എഴുതുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ലോക്കൽ ന്യൂസ് പേപ്പർ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷീ ഈസ് ഓൾവേസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്താണ്? അവൾ എപ്പോഴും കത്ത് എഴുതുകയാണെന്നാണ്. ആർക്കാണ് എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ടു എന്ന പ്രപ്പോസിഷൻ കൊടുത്തതിന് ശേഷം ആർക്കാണോ ഇത് അയക്കുന്നത് ആ ആളുടെ പേരോ അല്ലെങ്കിൽ ആ ആളുടെ ഒരു ഡെസിഗ്നേഷനോ എന്താണെന്ന് വെച്ചാൽ ആ പേര് കൊടുത്താൽ മാത്രമേ ഇതാർക്കാണ് ഈ കത്തുകൾ അയക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ടുവിൻ്റെ അടുത്ത യൂസേജ് നോക്കാം. ടു എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ നമ്മൾ ചില വേർബിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. ഈ വേർബുകൾക്ക് ടു എന്ന പ്രപ്പോസിഷൻ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ടു ഇല്ലാതെ നമ്മൾ ആ വേർബ് എഴുതുകയാണെങ്കിൽ അത് തെറ്റായി പോകും. സോ അങ്ങനത്തെ വേർബുകൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലിസൺ ടു. ഫോർ എക്സാമ്പിൾ, ഐ ലവ് ലിസണിങ് ടു മ്യൂസിക് എന്ന് നമ്മൾ പറയുന്നു. ഇതിന് പകരം ഐ ലവ് ലിസണിങ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് തെറ്റാണ്. കാരണം ലിസൺ എന്ന വേർബിന് ടു ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വേറെ കുറേ വേർബ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ബി യൂസ് ടു അല്ലെങ്കിൽ ഗെറ്റ് യൂസ് ടു, ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജെക്റ്റ് ടു, റിപ്ലൈ ടു, റെസ്പോണ്ട് ടു. ഈ വേർബ്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ടു യൂസ് ചെയ്യാതെ എഴുതുകയാണെങ്കിൽ ഇവ തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വി ലിസൺഡ് ടു ദ സോങ്, ഇറ്റ് വാസ് ഗ്രേറ്റ്. സോ ഇവിടെ വി ലിസൺഡ് ദ സോങ് എന്ന് പറയുകയാണെങ്കിൽ സെൻറ്റൻസ് കറക്റ്റ് ആണോ? അല്ല. വി ലിസൺഡ് ടു എന്നുള്ളത് വേണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് തെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ ഒബ്ജെക്റ്റ് ടു യുവർ റിമാർക്സ്, ഐ ഒബ്ജെക്റ്റ് ടു യുവർ റിമാർക്സ്. ഒബ്ജെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒബ്ജെക്റ്റ് എന്ന വേർബിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എതിർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വേർബ്, ആസ് എ വേർബ് ഒബ്ജെക്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എതിർക്കുക എന്നാണ്. ഐ ഒബ്ജെക്റ്റ് ടു യുവർ റിമാർക്സ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് എതിർക്കുന്നു, അത് അല്ലെങ്കിൽ യോജിക്കുന്നില്ല എന്നാണ് അവിടെ അർത്ഥം വരുന്നത്.
സോ ഇവിടെ ഐ ഒബ്ജക്റ്റ് യുവർ റിമാർക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷെ തെറ്റാണ്. ഒബ്ജക്റ്റിൻ്റെ കൂടെ ടു എന്ന പ്രപ്പോസിഷൻ വേണമെന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ബാങ്ക് ഹാസൻ റിപ്ലൈഡ് ടു മൈ ലെറ്റേഴ്സ്. ഇവിടെ ദ ബാങ്ക് ഹാസൻ റിപ്ലൈഡ് മൈ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. റിപ്ലൈഡ് എന്ന വേർബിൻ്റെ കൂടെ എപ്പോഴും ടു എന്ന പ്രപ്പോസിഷൻ വേണം. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി തരിക. അതായത് ബാങ്ക് ഇതുവരെ ഞാൻ എഴുതിയ കത്തുകൾക്ക് മറുപടി നൽകിയിട്ടില്ല. സോ ഇങ്ങനത്തെ കുറച്ച് വേർബ്സ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കുറച്ച് വേർബ്സിൻ്റെ കൂടെ ടു എന്ന പ്രപ്പോസിഷൻ അതിനുശേഷം ഉണ്ടാവണം എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ്. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ നോക്കിയത് ടു എന്ന പ്രപ്പോസിഷൻ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേർബുകളെയാണ്. ഇതുപോലെ തന്നെ ടു എന്ന പ്രപ്പോസിഷൻ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. എന്താണ് ഈ ആഡ്ജക്റ്റീവ്സ്? നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ കളർ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ കേസിൽ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ ചേർക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അത് ഏതൊക്കെ ആഡ്ജക്റ്റീവ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ മെജോറിറ്റി നമുക്ക് നോക്കാം. ക്രൂവൽ ടു, ഫെയ്ത്ത്ഫുൾ ടു, ജനറസ് ടു, കൈൻഡ് ടു, ലോയൽ ടു, നാസ്റ്റി ടു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ കനോട്ട് ബെയർ ബീങ് ക്രൂവൽ ടു സംവൺ. ആളുടെ അടുത്ത് ക്രൂരതയോടെ പെരുമാറാൻ കഴിയില്ല. ക്രൂവൽ എന്ന് വെച്ചാൽ ക്രൂരത എന്നുള്ളതാണ്, ക്രൂര എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഇഫ് ഐ സേ ദറ്റ് യു ആർ ക്രൂവൽ, ഇറ്റ് മീൻസ് നീ ഒരു ക്രൂരയാണ് അല്ലെങ്കിൽ ഒരു ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബി കൈൻഡ് ടു ഹർ എന്ന് വെച്ചാൽ അവളോട് ദയവ് കാണിക്കൂ. ബി കൈൻഡ് ടു ഹർ. ബി കൈൻഡ് ഹർ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റുമോ? പറ്റില്ല. ബി കൈൻഡ് എന്നുള്ളതിന് ശേഷം ഉറപ്പായിട്ടും ടു എന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ആർ നാസ്റ്റി ടു ഹർ. യു ആർ നാസ്റ്റി ടു ഹർ. അതിൻ്റെ അർത്ഥം എന്താണ്? നീ അവളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. നാസ്റ്റി എന്ന് വെച്ചാൽ മോശമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള സ്വഭാവം കാണിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇവിടെ യു ആർ നാസ്റ്റി ഹർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. യു ആർ നാസ്റ്റി ടു ഹർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ ഡോഗ്സ് ആർ ലോയൽ ടു ദെയർ കെയർ ടേക്കേഴ്സ്. ഈ സെൻറ്റൻസിൽ നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ, ഡോഗ്സ് എന്ന് പറയുന്നത് അവരുടെ കെയർ ടേക്കേഴ്സിനോട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവർ ഭയങ്കര കൂറുള്ളവരാണ്. സോ ഇവിടെ ഡോഗ്സ് ആർ ലോയൽ ദെയർ കെയർ ടേക്കേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ടു എന്ന് നമ്മൾ പറയണം. ഇതുപോലെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നോക്കിയത് ടു എന്ന പ്രപ്പോസിഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജസ് ആണ്. ആസ് എ പ്രപ്പോസിഷൻ അതിൻ്റെ യൂസേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ടു എന്ന വാക്കിന് വേറെ പല യൂസസ് ഉണ്ട്. പ്രപ്പോസിഷനായിട്ട് അതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഒരു നല്ല കോഴ്സായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സോ അതുവരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.